ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇന്ന് ഈ അടുക്കളയത്തെ ഒന്നും വല്ലാണ്ടൊന്നും കാണിക്കണില്ല കേട്ടോ. ഇന്ന് കുറച്ചധികം തന്നെ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണികളും ഇതും രണ്ടും കൂടിയിട്ടേക്ക് പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ നടിച്ചിടുകയാണ്. പൊടിയൊക്കെ പാറൽ തുടങ്ങിയില്ല കുട്ടികളെ. എത്ര പോരം പൊടി ഇനിയിപ്പോൾ തിന്നണം. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം തുടങ്ങും കേട്ടോ. ഇപ്രാവശ്യമെങ്കിലും നമ്മൾ ആ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വെള്ളം വരുമെന്ന് വിചാരിച്ച് ഒന്നും കാണാനില്ല കേട്ടോ. ഇപ്രാവശ്യം വെള്ളം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്തോ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ രാവിലെ അപ്പൂനെയൊക്കെ കൊടുന്ന് കെട്ടിയിട്ടാ. അപ്പോൾ ഈ അപ്പു ചങ്ങലങ്ങനെ വലിഞ്ഞിട്ടൊരു മാവും തയ്യാണ് കേട്ടോ. അതിനൊരു വട്ടം വന്നിറക്കണം, മുറിയായ പോലെ ചുറ്റിലും ഈ ചങ്ങല വലിഞ്ഞിട്ട്. അപ്പം ഞാനൊരു ചവിട്ടിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് കെട്ടിയിട്ടാ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേന് ആ കെട്ടയിന്നൊക്കെ പൊട്ടിച്ചിട്ട് വലിച്ചെടുത്തിട്ട് കോഴീനെ കടിച്ച് കൊടയണ പോലെ കൊടയാണ് മക്കളെ. അതാണ് ടവോൻ്റെ ഒരു കാര്യം. അപ്പം ഇന്ന് ചായക്ക് പുട്ടും ഗ്രീൻ പീസ് വരുന്നു കേട്ടോ, പച്ച ഗ്രീൻ പീസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരുന്നു. അപ്പം മുഴുവനൊന്നും കിട്ടിയിട്ടില്ല. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോകണം. അപ്പോൾ നമ്മളെ ചായയും കടിയൊക്കെ ആയിട്ട് അതിലിടയ്ക്ക് ഞാൻ ഓമക്കായ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒന്ന് തോല് കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം ഇന്ന് അടുക്കള ഫുള്ള് നമ്മളെ പയറുവർഗ്ഗങ്ങളൊക്കെ പാത്രത്തിൽ ഇടുക, മറ്റുള്ള ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ കഴുകുക, അടുക്കള മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും ഒക്കെ ഇട്ടെന്ന് പണി. അപ്പോൾ അതിലിടയ്ക്ക് ചായയൊക്കെ ആയപ്പോൾ ഞാൻ ചായയൊക്കെ ചായ കുടിച്ചിട്ട് നിൽക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കറി അയിലയാട്ടാ. അയിലയുടെ കഷ്ണം തളേനും ചെറിയൊരു തളേനും ഉണ്ട്. രണ്ടും കൂടിയിട്ടൊക്കെ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇന്നലെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതിട്ടൊന്ന് ഒരു നാളികേരം അരയ്ക്കാതെ ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണികളും നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഏതായാലും കഷ്ണങ്ങളൊക്കെ പപ്പായ ഉണ്ടല്ലോ അതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ കോഴീനെയൊക്കെ ഒന്ന് വിട്ടിട്ട് അവർക്കൊക്കെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ കഴിക്കണമുണ്ട്. അപ്പം നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ വെച്ചതിൻ്റെ മുന്നിൽ കൂടെ ഈ പലരും പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാസ് ചെയ്യണവരൊന്നും ചിലരൊക്കെ ഇങ്ങനെ ക്യാമറയ്ക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ചിലരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ക്യാമറ വെച്ചതിൻ്റെ ശേഷം പല ആളുകളും അതേ പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ, കോഴി ആയാലും പൂച്ച ആയാലും. അപ്പം നമ്മൾ കഴിയുന്നതും ഒരു 5, 6, 7 മിനിറ്റിലൊക്കെ ആക്കുക കേട്ടോ, കഴിയുന്നതും 3, 4, 5 കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടുതലാകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ തോരട്ടിട്ടും കുറച്ചിട്ടിട്ടും ഒന്നും കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ മുടങ്ങാതെ നമ്മളെ കർമ്മം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാമല്ലോ. അപ്പം ഇന്ന് റൂമിനൊക്കെ കർട്ടൻ്റെ ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഒന്നും പോയിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷമേ പോവുകയുള്ളൂ. അപ്പം നമുക്ക് രാവിലെ ആ ഒരു പെടച്ചിൽ ഇല്ല കേട്ടോ, സാവധാനം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ചോറൊക്കെ ഞാൻ അടുപ്പത്ത് ഒക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴി ക്യാമറ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ ക്യാമറയ്ക്ക്, എന്താ ഇപ്പോൾ ഈ ചാരി വെച്ചിരിക്കണെന്ന് വെച്ചിട്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് നമ്മളെ അന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഡപ്പകളാട്ടാ, മീഷോന്ന് വാങ്ങിയ നല്ല അടിപൊളി ഡപ്പകളാട്ടാ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച കടലപ്പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടാ പോരാ. മറ്റുള്ളതൊക്കെ ഞാൻ എടുക്കാൻ പാകത്തിൽ വേറെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൊള്ളില്ലല്ലോ അധികമൊന്നും. ഷോക്കേസൊക്കെ വൃത്തിയാക്കിയിട്ട് തുടച്ച് അതിലുള്ള പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് കഴുകിയതിലൊക്കെ ഇട്ട് വെച്ച് ബാക്കിയൊക്കെ ഞാൻ കഴുകാൻ മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴുകിയെടുക്കണം. അപ്പോഴേക്ക് മോളൊക്കെ കുറച്ചൊക്കെ പാത്രമൊക്കെ തേച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴുകിയിട്ട് ഞാൻ അവിടെ വെയിലുള്ളിടത്തൊരു തുണി വിരിച്ചിട്ട് അതിലൊക്കെ കൊണ്ടിട്ട് 1.5 ആയിട്ട് അടുക്കള ഈ ഒരു രീതിയിലാക്കിയെടുക്കാൻ. അപ്പം ഇനി ഒരു ദിവസം ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കാണ്ട് അങ്ങനെ ഓരോ ദിവസം നമുക്ക് പണികളുണ്ട് കേട്ടോ. അതാണ് ഞാൻ വെയിലത്ത് ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് കൊണ്ടിട്ടിറക്കുകയാണ് കേട്ടോ. കുറച്ച് ഞാൻ മോട്ടർ പെരയുടെ മേലെയും
ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ നല്ല വെയിലാട്ടാ. അപ്പോൾ അപ്പൂനെ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ പുറകു വശത്താണ് കെട്ടുകയെന്ന്. അപ്പോൾ എന്താ ഇപ്പോൾ ഈ ഓൻ എന്തെങ്കിലും തിന്നാൻ കൊണ്ട് വെച്ചിട്ടാട്ടാ. ഓൻ ചോറൊക്കെ തിന്നിട്ട് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ മോട്ടർ പുരയുടെ മേലെ ഞാൻ കുറച്ചൊക്കെ അവിടെ നല്ല വെയിലാണ് കേട്ടോ. അല്ലാതെ പുറകുവശത്തും മുൻവശത്തും ഒന്നും വെയിലില്ല കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉണങ്ങിയതൊക്കെ ഞാൻ കുറേശ്ശെ എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ബക്കറ്റിലാക്കിയിട്ട് അതൊക്കെ എടുത്ത് കൊണ്ടുവച്ച് ഞാൻ അതിലോരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒക്കെ ഒതുക്കി വെക്കാനുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് കർട്ടൻ്റെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കർട്ടനൊക്കെ എല്ലാ റൂമിലും കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കർട്ടനാണ്, തുണി കർട്ടനല്ല, ഇങ്ങനെ വലിക്കുന്ന ഈ ഒരു കർട്ടനാണ് തട്ടുകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം.